ഹായ് ഓൾ, വെൽക്കം ടു സ്റ്റഡി വിൻ PSC. പത്തനംതിട്ട, തൃശ്ശൂർ, കാസർഗോഡ് LDC എക്സാമിനേഷൻ്റെ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിദ്യാപോഷിണി സഭ സ്ഥാപിച്ചത് ആര്? സഹോദരൻ അയ്യപ്പൻ. അടുത്ത ക്വസ്റ്റ്യൻ, ഒന്ന്, നിയമലംഘന പ്രസ്ഥാനം നിസ്സഹകരണ പ്രസ്ഥാനത്തിൽ നിന്ന് വ്യത്യസ്തമാണ്. രണ്ട്, നിയമലംഘന പ്രസ്ഥാനത്തിൽ ഏർപ്പെട്ട ജനങ്ങൾ ബ്രിട്ടീഷുകാരോട് സഹകരിക്കാതിരിക്കുക മാത്രമല്ല, അവർ കൊണ്ടുവന്ന നിയമങ്ങൾ എതിർക്കുകയും ചെയ്തു. ശരിയായത് തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ എ രണ്ടും ശരിയാണ്. നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിച്ച വർഷം 1920 നിയമലംഘന പ്രസ്ഥാനം ആരംഭിച്ച വർഷം 1930. രണ്ടും തമ്മിൽ 10 വർഷത്തെ ഗ്യാപ്പുണ്ട്. നിയമലംഘന പ്രസ്ഥാനത്തിന്റെ ഭാഗമായി ഗാന്ധിജി നടത്തിയ സമരമാണ് ഉപ്പു സത്യാഗ്രഹം. ഉപ്പു സത്യാഗ്രഹ യാത്ര ആരംഭിച്ചത് 1930 മാർച്ച് 12. ദണ്ഡിയാത്രയിൽ ഗാന്ധിജിയെ അനുഗമിച്ച അനുയായികളുടെ എണ്ണം 78. ഇന്ത്യയിലെ ആദ്യത്തെ സ്ത്രീ സർവകലാശാല എവിടെ സ്ഥിതി ചെയ്യുന്നു? മഹാരാഷ്ട്ര. ഇന്ത്യയിലെ ആദ്യത്തെ സ്ത്രീ സർവകലാശാല മഹാരാഷ്ട്രയിൽ സ്ഥാപിച്ചത് DK കാർവെയാണ് 1916. സ്വരാജ് പാർട്ടി സ്ഥാപിച്ചത് ആരാണ്? CR ദാസും മോത്തിലാൽ നെഹ്റുവും. സ്വരാജ് പാർട്ടി രൂപീകൃതമായത് 1923 ജനുവരി 1. സ്വരാജ് പാർട്ടിയുടെ ആദ്യ പ്രസിഡന്റ് CR ദാസ്, സ്വരാജ് പാർട്ടിയുടെ ആദ്യ സെക്രട്ടറി മോത്തിലാൽ നെഹ്റു. അടുത്ത ക്വസ്റ്റ്യൻ, ഒന്ന്, ഇംഗ്ലണ്ടിലെ രാജാവായ ജെയിംസ് രണ്ടാമൻ ഫ്രാൻസിലേക്ക് പലായനം ചെയ്തു. രണ്ട്, വില്യമും മേരിയും അധികാരത്തിൽ വന്നു. ഏത് സംഭവവുമായാണ് ഇവ ബന്ധപ്പെട്ടിരിക്കുന്നത്? ഗ്ലോറിയസ് റവല്യൂഷൻ. ഗ്ലോറിയസ് റവല്യൂഷന്റെ മറ്റ് പേരുകളാണ് രക്തരഹിത വിപ്ലവം, മഹത്തായ വിപ്ലവം. 1688 1689 കാലത്ത് ഇംഗ്ലണ്ടിലെ രാജാവിൻ്റെ ഏകാധിപത്യ ഭരണം അവസാനിപ്പിക്കുകയും പാർലമെന്റിന്റെ അധികാരങ്ങൾ വർദ്ധിപ്പിക്കാൻ കാരണമാവുകയും ചെയ്ത വിപ്ലവമാണ് രക്തരഹിത വിപ്ലവം അല്ലെങ്കിൽ ഗ്ലോറിയസ് റവല്യൂഷൻ. അപ്പോൾ ഗ്ലോറിയസ് റവല്യൂഷൻ നടന്നിരിക്കുന്നത് ഇംഗ്ലണ്ടിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഐക്യരാഷ്ട്രസഭയുടെ ലക്ഷ്യം അല്ലാത്തത് ഏത്? അന്താരാഷ്ട്ര വ്യാപാരം നിയന്ത്രിക്കുക. അന്താരാഷ്ട്ര വ്യാപാരം നിയന്ത്രിക്കുന്നത് ലോക വ്യാപാര സംഘടനയാണ്, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ. ലോക വ്യാപാര സംഘടനയുടെ ആസ്ഥാനം സ്വിറ്റ്സർലൻഡിലെ ജനീവയാണ്. ലോക വ്യാപാര സംഘടന സ്ഥാപിതമായ വർഷം 1995 ജനുവരി 1. ഐക്യരാഷ്ട്രസഭ സ്ഥാപിതമായ വർഷം 1945 ഒക്ടോബർ 24. ഐക്യരാഷ്ട്രസഭയുടെ ആസ്ഥാനം ന്യൂയോർക്ക്. ഐക്യരാഷ്ട്രസഭയുടെ ലക്ഷ്യങ്ങളാണ് ലോക ജനതയുടെ ക്ഷേമം ഉറപ്പുവരുത്തുക, അന്താരാഷ്ട്ര സഹകരണത്തിന് വേദിയാകുക, അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷയും കാത്തുസൂക്ഷിക്കുക. പ്രധാനമായും സിലിക്കേറ്റ് ധാതുക്കൾ അടങ്ങിയതും ഭൂമിയുടെ വ്യാപ്തിയുടെ 84% വരുന്നതുമായ ഭൂമിയുടെ പാളി ഏതാണ്? മാന്റിൽ. പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് ഏതാണ്? കറുത്ത മണ്ണ്. നെൽകൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണാണ് എക്കൽ മണ്ണ്. കേരളത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മണ്ണാണ് ലാറ്ററൈറ്റ് മണ്ണ്. ഡെക്കാൻ ട്രാപ്പ് എന്നറിയപ്പെടുന്ന ഭൂമിശാസ്ത്രപരമായ രൂപീകരണത്തെ ഇനി പറയുന്ന ഏത് പ്രസ്താവനയാണ് ശരിയായി വിവരിക്കുന്നത്? ഓപ്ഷൻ ബി, ക്രിറ്റേഷ്യസ് കാലഘട്ടത്തിന്റെ അവസാനത്തിൽ അഗ്നിപർവ്വത സ്ഫോടനങ്ങളാൽ രൂപപ്പെട്ട ഒരു വലിയ അഗ്നിപ്രവിശ്യയാണിത്. ഏത് അന്തരീക്ഷ പാളിയിലാണ് ഓസോൺ പാളി കാണപ്പെടുന്നത്? സ്ട്രാറ്റോസ്ഫിയർ. ഓസോൺ കണ്ടുപിടിച്ചത് ഷോൺ ബെയ്നാണ്. ഓസോൺ പാളി കണ്ടെത്തിയത് ചാൾസ് ഫാബ്രി, ഹെൻറി ബ്യൂയിസൺ. വിമാനങ്ങളുടെ സഞ്ചാരത്തിന് അനുയോജ്യമായ മണ്ഡലം സ്ട്രാറ്റോസ്ഫിയർ ആണ്. അന്തരീക്ഷ പ്രതിഭാസങ്ങളായ മഴ, മഞ്ഞ്, മേഘരൂപീകരണം, ഇടിമിന്നൽ ഇതൊക്കെ സംഭവിക്കുന്നത് ട്രോപ്പോസ്ഫിയറിലാണ്. കേരളത്തിൽ പ്രധാനമായും കാണപ്പെടുന്നതും വിവിധ വ്യവസായങ്ങളിൽ ഉപയോഗിക്കുന്ന ടൈറ്റാനിയം ഡയോക്സൈഡ് പിഗ്മെന്റിന്റെ ഉൽപാദനത്തെ പിന്തുണയ്ക്കുന്നതുമായ ധാതു ഏതാണ്? ഇൽമനൈറ്റ്. ടൈറ്റാനിയത്തിന്റെ അയിരാണ് ഇൽമനൈറ്റ്. സർക്കാർ സംരംഭത്തിന് കീഴിൽ സ്വത്തുക്കളുടെ ജിയോ ടാഗിംഗ് പൂർത്തിയാക്കിയ ആദ്യത്തെ സംസ്ഥാനം എന്ന പദവി അടുത്തിടെ നേടിയ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? കർണാടക. ഇന്ത്യയിൽ ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ച വർഷം 1951.
ഒന്നാം പഞ്ചവത്സര പദ്ധതി പ്രാധാന്യം നൽകിയിരുന്ന മേഖലകൾ കൃഷി, ജലസേചനം. കാർഷിക പദ്ധതി എന്നറിയപ്പെടുന്നത് ഒന്നാം പഞ്ചവത്സര പദ്ധതി. ഹറോൾഡ് ഡോമർ മോഡൽ എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി ഒന്നാം പഞ്ചവത്സര പദ്ധതി. നീതി ആയോഗ് സ്ഥാപിതമായ വർഷം 2015. നീതി ആയോഗ് ഔദ്യോഗികമായി നിലവിൽ വന്നത് 2015 ജാനുവരി 1. നീതി ആയോഗിൻ്റെ അധ്യക്ഷൻ പ്രധാനമന്ത്രി. നീതി ആയോഗിൻ്റെ പ്രഥമ അധ്യക്ഷൻ നരേന്ദ്രമോദി. ഇപ്പോഴത്തെ അധ്യക്ഷനും നരേന്ദ്രമോദിയാണ്. നീതി ആയോഗിൻ്റെ ആദ്യ ഉപാധ്യക്ഷൻ അരവിന്ദ് പനഗരിയ. നീതി ആയോഗിൻ്റെ ഇപ്പോഴത്തെ ഉപാധ്യക്ഷൻ സുമൻ ബെറി. നീതി ആയോഗിൻ്റെ ആദ്യ CEO സിന്ധുശ്രീ ഖുള്ളാർ. നീതി ആയോഗിൻ്റെ ഇപ്പോഴത്തെ CEO BVR സുബ്രഹ്മണ്യം. ഇന്ത്യയിൽ നടപ്പിലാക്കുന്ന പഞ്ചവത്സര പദ്ധതികളുടെ ലക്ഷ്യങ്ങൾ ഏതെല്ലാം? ഓപ്ഷൻ ഡി മുകളിൽ കൊടുത്തിരിക്കുന്നത് എല്ലാം. പഞ്ചവത്സര പദ്ധതികളുടെ ലക്ഷ്യങ്ങളാണ് സാമ്പത്തിക വളർച്ച, സാമൂഹിക സമത്വവും സ്വയം പര്യാപ്തതയും ആധുനികവൽക്കരണം. പഞ്ചവത്സര പദ്ധതി എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് USSRൽ നിന്നാണ്. പഞ്ചവത്സര പദ്ധതികളുടെ ഉദ്ദേശം ഒരു പ്രത്യേക മേഖലയ്ക്ക് മുൻഗണന നൽകി 5 വർഷം കൊണ്ട് ലക്ഷ്യം നേടുക. പഞ്ചവത്സര പദ്ധതി ലോകത്ത് ആദ്യമായി നടപ്പിലാക്കിയത് ജോസഫ് സ്റ്റാലിനാണ്. ഇന്ത്യയിൽ പഞ്ചവത്സര പദ്ധതികൾക്ക് തുടക്കം കുറിച്ചത് ജവഹർലാൽ നെഹ്റു ആണ്. ഇന്ത്യയിൽ GDP കണക്കാക്കുന്നത് ആരാണ്? CSO, സെൻട്രൽ സ്റ്റാറ്റിക്കൽ ഓഫീസ്. ഡിജിറ്റൽ സാക്ഷരതയും ഡിജിറ്റൽ അടിസ്ഥാന വികസനവും വർദ്ധിപ്പിക്കുന്നതിന് ഇന്ത്യ ഗവൺമെൻറ് തുടങ്ങിയ പുതിയ പദ്ധതിയുടെ പേര് എന്താണ്? ഡിജിറ്റൽ ഇന്ത്യ. ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ്? ഡോക്ടർ MS സ്വാമിനാഥൻ. ധവള വിപ്ലവത്തിൻ്റെ പിതാവെന്നറിയപ്പെടുന്നത് വർഗീസ് കുര്യൻ. ചിപ്കോ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ് സുന്ദർലാൽ ബഹുഗുണ. നീതി ആയോഗിൻ്റെ ഇപ്പോഴത്തെ വൈസ് ചെയർപേഴ്സൺ സുമൻ ബെറി. നീതി ആയോഗിനെ പറ്റി മുൻപൊരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഇനി അത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. അടുത്ത ക്വസ്റ്റ്യൻ, ഭരണഘടനയുടെ 42ാം ഭേദഗതിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഓപ്ഷൻ ബി 1ഉം 3ഉം മാത്രം. ശരിയായ പ്രസ്താവനകൾ സോഷ്യലിസ്റ്റ്, സെക്യുലർ എന്നീ പദങ്ങൾ കൂട്ടിച്ചേർത്തു. അഖണ്ഡത എന്ന പദം കൂട്ടിച്ചേർത്തു. താഴെ പറയുന്ന വനിതകളിൽ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമല്ലാത്തത് ആര്? അക്കമ്മ ചെറിയാൻ. ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമായിരുന്നത് 3 മലയാളി വനിതകളാണ്. അമ്മു സ്വാമിനാഥൻ, ദാക്ഷായണി വേലായുധൻ, ആനി മസ്ക്രി. അപ്പോൾ ഇവിടെ ആൻസർ ഓപ്ഷൻ സി അക്കമ്മ ചെറിയാനാണ്. കൂടുതൽ അധികാരത്തോടു കൂടിയ കേന്ദ്ര ഗവൺമെൻറ് എന്ന ഇന്ത്യൻ ഫെഡറലിസം ഏത് ഭരണഘടനയുടെ സ്വാധീനത്താൽ രൂപപ്പെടുത്തിയതാണ്? കാനഡ. കാനഡയിൽ നിന്ന് ഇന്ത്യ കടമെടുത്ത ആശയങ്ങളാണ് ഫെഡറൽ സംവിധാനം, യൂണിയൻ സ്റ്റേറ്റ് ലിസ്റ്റുകൾ, അവശിഷ്ട അധികാരം. കൺകറന്റ് ലിസ്റ്റ് കടമെടുത്തിരിക്കുന്നത് ഓസ്ട്രേലിയയിൽ നിന്നാണ്. ഇന്ത്യൻ ഉപരാഷ്ട്രപതിയുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഓപ്ഷൻ ബി 2ഉം 3ഉം മാത്രം. ശരിയായ പ്രസ്താവനകൾ ലോകസഭയിലെ മുഴുവൻ MPമാർക്കും വോട്ടവകാശം ലഭിക്കുന്നു. രാജ്യസഭയിലെ മുഴുവൻ MPമാർക്കും വോട്ടവകാശം ലഭിക്കുന്നു. കേന്ദ്ര സംസ്ഥാന അധികാര വിഭജനത്തെക്കുറിച്ച് പറയുന്നതിൽ സംസ്ഥാന ലിസ്റ്റിൽ പെടാത്ത വിഷയം ഏത്? വനം. വനം ഉൾപ്പെടുന്നത് കൺകറന്റ് ലിസ്റ്റിലാണ്. സംസ്ഥാന ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിഷയങ്ങളാണ് കൃഷി, വ്യാപാരം, വാണിജ്യം, പൊതുജനാരോഗ്യം. ലിസ്റ്റുകളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളാണ് 246. ലിസ്റ്റുകളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന പട്ടിക 7ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, അമേരിക്കൻ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നത് എത്ര വർഷത്തേക്കാണ്? 4 വർഷം. ഇപ്പോഴത്തെ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ. അടുത്ത ക്വസ്റ്റ്യൻ, ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറലായ ആന്റോണിയോ ഗുട്ടറസ് ഏത് രാജ്യക്കാരനാണ്? പോർച്ചുഗൽ. ഐക്യരാഷ്ട്രസഭയെ പറ്റി ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ മുൻപൊരു ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഇനി റിപ്പീറ്റ് ചെയ്യുന്നില്ല. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഘടനയെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ സി 1 മാത്രം. അധ്യക്ഷൻ മുഖ്യമന്ത്രിയാണ്. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ അധ്യക്ഷൻ മുഖ്യമന്ത്രിയാണ്. ഉപാധ്യക്ഷൻ റവന്യൂ മന്ത്രിയാണ്. കൺവീനർ
റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയാണ്. CEO സംസ്ഥാന ചീഫ് സെക്രട്ടറിയാണ്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയിലെ പരമാവധി അംഗസംഖ്യ 10 നിലവിലെ അംഗസംഖ്യ 7. അടുത്ത ക്വസ്റ്റ്യൻ, കാലക്രമത്തിൽ എഴുതുക. ഓപ്ഷൻ എ 3, 1, 2, 4. പണ്ടാരപ്പാട്ട വിളംബരം 1865. കൊച്ചി കുടിയാന്മ നിയമം 1914. മലബാർ കുടിയാന്മ നിയമം 1929. കേരള സ്റ്റേ ഓഫ് എവിക്ഷൻ പ്രൊസീഡിംഗ് ആക്ട് 2001. 2007 മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും സംരക്ഷണവും ക്ഷേമവും നിയമത്തിലെ വകുപ്പുകളും അനുബന്ധ വ്യവസ്ഥകളും കണ്ടെത്തുക. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. വകുപ്പ് 2 മുതിർന്ന പൗരൻ എന്നാൽ 60 വയസ്സ് തികഞ്ഞതോ അതിനു മുകളിൽ പ്രായമുള്ളതോ ആയ ഇന്ത്യൻ പൗരൻ. വകുപ്പ് 19 വാർദ്ധക്യകാല ഗൃഹങ്ങൾ സ്ഥാപിക്കൽ. വകുപ്പ് 15 അപ്പലേറ്റ് ട്രൈബ്യൂണൽ രൂപീകരണം. വകുപ്പ് 21 മുതിർന്ന പൗരന്മാരുടെ ക്ഷേമത്തിനായുള്ള പ്രചരണം, ബോധവൽക്കരണം മുതലായവയ്ക്ക് വേണ്ടിയുള്ള നടപടികൾ. അടുത്ത ക്വസ്റ്റ്യൻ, തെറ്റായ പ്രസ്താവനകൾ കണ്ടെത്തുക. ഓപ്ഷൻ ബി 1 മാത്രം. ശരിയായ പ്രസ്താവനകൾ: തൊഴിലുറപ്പ് പദ്ധതി പ്രകാരമുള്ള പ്രവൃത്തികൾ ഏറ്റെടുത്ത് നടപ്പിലാക്കാനുള്ള ചുമതല ഗ്രാമപഞ്ചായത്തുകൾക്കാണ്. തൊഴിലുറപ്പ് പദ്ധതിയുടെ മാതൃകയിൽ കേരളത്തിലെ നഗരസഭകളിലും കോർപ്പറേഷനുകളിലും നടപ്പിലാക്കിയ പദ്ധതിയാണ് അയ്യങ്കാളി ദേശീയ നഗര തൊഴിലുറപ്പ് പദ്ധതി. കേരളത്തിൽ തൊഴിലുറപ്പ് പദ്ധതി ആദ്യഘട്ടത്തിൽ നടപ്പിലാക്കിയത് പാലക്കാട്, വയനാട് ജില്ലകളിലാണ്. കേരള സംസ്ഥാന സർവീസിലെ ഉദ്യോഗസ്ഥർക്ക് എതിരെയുള്ള ശിക്ഷണ നടപടികളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഓപ്ഷൻ ഡി കേരള സിവിൽ സർവീസ് ക്ലാസിഫിക്കേഷൻ കൺട്രോൾ ആൻഡ് അപ്പീൽ റൂൾസ് 1960 ഭാഗം 5. അടുത്ത ക്വസ്റ്റ്യൻ, ആസാദി കാ അമൃത് മഹോത്സവവുമായി ബന്ധപ്പെട്ട് വനിതകൾക്കായി കേന്ദ്ര ഗവൺമെൻറ് ആവിഷ്കരിച്ച സമ്പാദ്യ പദ്ധതി മഹിളാ സമ്മാൻ സേവിങ്സ് സർട്ടിഫിക്കറ്റ്. 2024 കേരള ബഡ്ജറ്റിൽ പരാമർശിച്ചിട്ടുള്ള ഉന്നതി മിഷൻ ആരുടെ ഉന്നമനം ലക്ഷ്യമാക്കിയുള്ളതാണ്? പട്ടികവർഗ വിഭാഗങ്ങളുടെ. കൃത്യമായ പ്രജനന കാലഘട്ടമുള്ള ജീവികളിൽ ലൈംഗിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്ന ഹോർമോൺ ഏത്? മെലാറ്റോണിൻ. ഇന്ത്യയിലെ 3 ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടുകൾ ഏതൊക്കെ? ഇന്തോ ബർമ, വടക്ക് കിഴക്കൻ ഹിമാലയം, പശ്ചിമഘട്ടം. താഴെ പറയുന്നവയിൽ ജീവകം സിയുടെ പ്രസ്താവന അല്ലാത്തത് ഏത്? ഓപ്ഷൻ എ പാൽ, മുട്ട എന്നിവയിൽ കാണപ്പെടുന്നു. പാൽ, മുട്ട എന്നിവയിൽ കാണപ്പെടുന്നത് വൈറ്റമിൻ എ ആണ്. ജീവകം സിയുടെ ശരിയായ പ്രസ്താവനകൾ: ആൻറ്റി ക്യാൻസർ വൈറ്റമിൻ, യുവത്വം നിലനിർത്തുന്നു, രോഗപ്രതിരോധ ശേഷി, മോണയുടെ ആരോഗ്യം എന്നിവ പ്രദാനം ചെയ്യുന്നു. വർണ്ണാന്ധതയുള്ളവരെ സൈന്യത്തിലോ ഡ്രൈവർ, പൈലറ്റ് മുതലായ ജോലികൾക്കോ തിരഞ്ഞെടുക്കാറില്ല. കാരണം എന്ത്? ഓപ്ഷൻ ബി കോൺ കോശങ്ങളുടെ തകരാറ് മൂലം ചുവപ്പ്, പച്ച എന്നീ നിറങ്ങൾ വേർതിരിച്ചറിയാൻ സാധിക്കാത്തത് കൊണ്ട്. നിറങ്ങൾ തിരിച്ചറിയാനും തീവ്ര പ്രകാശത്തിൽ വസ്തുക്കളെ കാണാനും സഹായിക്കുന്ന കണ്ണിലെ കോശങ്ങളാണ് കോൺ കോശങ്ങൾ. പകൽ വെളിച്ചത്തിൽ കാഴ്ചയ്ക്ക് സഹായിക്കുന്നത് കോൺ കോശങ്ങളാണ്. മങ്ങിയ വെളിച്ചത്തിൽ കാഴ്ച സാധ്യമാക്കുന്നത് റോഡ് കോശങ്ങളാണ്. അടുത്ത ക്വസ്റ്റ്യൻ, മസ്തിഷ്കത്തിലെ വൈദ്യുത തരംഗങ്ങളെ രേഖപ്പെടുത്തുന്ന ഉപകരണം EEG, ഇലക്ട്രോ എൻസെഫലോഗ്രാം. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നവയിൽ ടൈപ്പ് 2 പ്രമേഹത്തിന് അനുയോജ്യമല്ലാത്ത പ്രസ്താവന എന്ത്? ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞ പ്രസ്താവനകളെല്ലാം തെറ്റാണ്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താ? ടൈപ്പ് 2 പ്രമേഹത്തിന് അനുയോജ്യമല്ലാത്ത പ്രസ്താവനകൾ എന്തെന്ന് ചോദിച്ചിട്ട് മുകളിൽ പറഞ്ഞ പ്രസ്താവനകളെല്ലാം തെറ്റാണെന്ന് പറയുമ്പം അതിൻ്റെ അർത്ഥം ഈ തന്നിരിക്കുന്ന പ്രസ്താവനകളെല്ലാം ശരിയാണ്. എല്ലാം ടൈപ്പ് 2 പ്രമേഹത്തെ കുറിച്ചുള്ളതാണ്. അപ്പം ടൈപ്പ് 2 പ്രമേഹത്തിന് അനുയോജ്യമായ പ്രസ്താവനകളാണ്. ലക്ഷ്യകോശങ്ങൾക്ക് ഇൻസുലിനെ ഉപയോഗിക്കാൻ കഴിയാത്തതാണ് ടൈപ്പ് 2 പ്രമേഹത്തിന് കാരണം. പൊണ്ണത്തടിയും ജീൻ തകരാറും ഈ രോഗത്തിന് കാരണമാകുന്നു. ആഹാരവും നിയന്ത്രണവും വ്യായാമവും ആവശ്യമെങ്കിൽ മരുന്നുകൾ വഴിയും ഈ രോഗാവസ്ഥ നിയന്ത്രിക്കാം.
കോവിഷീൽഡ് എന്ന COVID-19 വാക്സിൻ വിപണിയിൽ നിന്നും പിൻവലിച്ചു. ഈ വാക്സിൻ നിർമ്മിച്ച കമ്പനി ഏത്? ആസ്ട്രാസെനക്ക. വംശനാശ ഭീഷണി നേരിടുന്ന ഏത് ജീവിയെ സംരക്ഷിക്കാനാണ് 2024 മെയ് മാസത്തിൽ മണിപ്പൂർ സർക്കാർ 30 ഏക്കർ പുൽമേട് അനുവദിച്ചത്? പോളോ പോണി. ഒരു വസ്തുവിന് സ്ഥാനം കൊണ്ട് ലഭ്യമാകുന്ന ഊർജമാണ് സ്ഥിതികോർജം. ഒരു വസ്തുവിന് ചലനം കൊണ്ട് ലഭ്യമാകുന്ന ഊർജമാണ് ഗതികോർജം. സൂര്യപ്രകാശത്തിൽ നിന്ന് ലഭിക്കുന്ന ഊർജമാണ് സൗരോർജം. താപത്തിൽ നിന്ന് ലഭിക്കുന്ന ഊർജമാണ് താപോർജം. ഒരു ഗോളീയ ദർപ്പണത്തിന്റെ വക്രത ആരം 40 സെന്റിമീറ്റർ ആണ്. ഈ ദർപ്പണത്തിന്റെ ഫോക്കസ് ദൂരം എത്ര? ഫോക്കസ് ദൂരം F=R/2. ആരം 40 സെന്റിമീറ്റർ ആണ്. 40/2 20 സെന്റിമീറ്റർ. ഒരു ഹൈഡ്രോളിക് ജാക്കിന്റെ പ്രവർത്തനം ഡാഷ് നിയമത്തെ അടിസ്ഥാനമാക്കിയാണ്. പാസ്കൽ നിയമം. ചാന്ദ്രയാൻ 3 ദൗത്യത്തിന്റെ റോവർ അറിയപ്പെടുന്നത് പ്രഗ്യാൻ. ചാന്ദ്രയാൻ 3 ദൗത്യത്തിന്റെ ലാൻഡർ അറിയപ്പെടുന്നത് വിക്രം. തമിഴ്നാടൻ വിക്രം ലാൻഡ് ചെയ്തെന്ന് ഓർത്തു വയ്ക്കുക, അപ്പോൾ ഇത് മറന്നു പോകത്തില്ല. ചാന്ദ്രയാൻ 3 ദൗത്യം വിക്ഷേപിച്ച തീയതി 2023 ജൂലൈ 14 ചാന്ദ്രയാൻ 3 സോഫ്റ്റ് ലാൻഡിംഗ് ചെയ്ത സ്ഥലം അറിയപ്പെടുന്നത് ശിവശക്തി പോയിന്റ് എന്നാണ്. ചാന്ദ്രയാൻ 3 സോഫ്റ്റ് ലാൻഡിംഗ് ചെയ്തത് ഓഗസ്റ്റ് 23 അതുകൊണ്ട് ഈ ഓഗസ്റ്റ് 23 ഇനി മുതൽ ദേശീയ ബഹിരാകാശ ദിനമായിട്ട് ഇന്ത്യ ഗവൺമെൻറ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ ദേശീയ ബഹിരാകാശ ദിനം എന്ന് ചോദിച്ചാൽ അത് ഓഗസ്റ്റ് 23 ഇപ്പോഴത്തെ ISROയുടെ ചെയർമാൻ S സോമനാഥാണ്. ഇപ്പോഴത്തെ VSSC ചെയർമാൻ S ഉണ്ണികൃഷ്ണൻ നായരാണ്. ദ്രവ്യത്തിൻ്റെ 5ാമത്തെ അവസ്ഥ ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റർ. ദ്രവ്യത്തിൻ്റെ 1ാമത്തെ അവസ്ഥ ഖരം, 2ാമത്തെ അവസ്ഥ ദ്രാവകം, 3ാമത്തെ അവസ്ഥ വാതകം, 4ാമത്തെ അവസ്ഥ പ്ലാസ്മ, 5ാമത്തെ അവസ്ഥ ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റർ. ഗൺമെറ്റലിൽ അടങ്ങിയ ലോഹങ്ങൾ ഓപ്ഷൻ ബി കോപ്പർ, ടിൻ, സിങ്ക്. ഇതിൻ്റെ കോഡ് ഷോർട്സിലുണ്ട്. അതിൻ്റെ ലിങ്ക് ഇവിടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് പോലുള്ള വിളകൾക്ക് അനുയോജ്യമായ മണ്ണിൻ്റെ pH 5. ഫ്രീസിംഗ് മിശ്രിതം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ലവണം ടേബിൾ സാൾട്ട്. ദ്രവ്യത്തിൻ്റെ ഏതവസ്ഥയാണ് 2023 കണ്ടെത്തിയത്? ചിറാൽ ബോസ് ലിക്വിഡ് സ്റ്റേറ്റ്. ദ്രവ്യത്തിൻ്റെ 5ാമത്തെ അവസ്ഥ ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റർ. ദ്രവ്യത്തിൻ്റെ 6ാമത്തെ അവസ്ഥ ഫെർമയോണിക് കണ്ടൻസേറ്റർ. ദ്രവ്യത്തിൻ്റെ 7ാമത്തെ അവസ്ഥ ക്വാർക്ക് ഗ്ലൂൺ പ്ലാസ്മ. അടുത്ത ക്വസ്റ്റ്യൻ, ഇലക്ട്രിക് കാറുകളിൽ ഉപയോഗിക്കുന്ന ബാറ്ററികളിൽ അടങ്ങിയ പ്രധാന മൂലകം ലിഥിയം. അടുത്ത ക്വസ്റ്റ്യൻ, ചേരുംപടി ചേർക്കുക. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. എ, മിടുക്കർ കൈ രണ്ടും ചേർത്ത് കൊട്ടിയാൽ നഗരങ്ങൾ തകർന്നേക്കും, മടിയർ മടിയരോട് കൈകോർക്കുമ്പോൾ കാലം അട്ടിമറിയും. PN ഗോപികൃഷ്ണൻ. ബി, അറ്റമില്ലാതെഴുന്ന ഭൂമിക്കുമേൽ ഒറ്റ ഞാണായി വലിഞ്ഞു മുറുകി ഞാൻ. അനിത തമ്പി. സി, റെയിൽവക്കത്തു നിന്നൊന്നേ രണ്ടെന്നുള്ള കുട്ടിയിൽ അവസാനത്തെ പൂതത്തിൽ ആനന്ദം പുഞ്ചിരിച്ചിടും. P രാമൻ. ഡി, അവരോരോരുത്തരുടെയും ജീവിതങ്ങളുടെ ആകെത്തുകയും ജീവിച്ചിരിക്കുന്ന കുട്ടികൾ കണ്ടുകൂട്ടുന്ന കനവുകളുടെ ആകെത്തുകയും തമ്മിൽ കൂട്ടിയാൽ കിട്ടുന്നതാണ് നക്ഷത്രങ്ങളുടെ കിറുകൃത്യമായ എണ്ണം. അസിം താന്നിമൂട്. ഇരയിമ്മൻ തമ്പിയുടെ ആട്ടക്കഥകളിൽ ഉൾപ്പെടാത്തത് ഏത്? തോരണയുദ്ധം. തോരണയുദ്ധത്തിൻ്റെ രചയിതാവ് കൊട്ടാരക്കര തമ്പുരാനാണ്. ഇരയിമ്മൻ തമ്പിയുടെ ആട്ടക്കഥകളാണ് ഉത്തര സ്വയംവരം, കീചകവധം, ദക്ഷയാഗം. അടുത്ത ക്വസ്റ്റ്യൻ, ചേരുംപടി ചേർക്കുക. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഇറാനിമോസ് കരിക്കോട്ടക്കരി, പീലിപ്പോസ് അടി, ഉണ്ണിച്ചക്കൻ അടിയാളപ്രേതം, വാവച്ചൻ മീശ. അടുത്ത ക്വസ്റ്റ്യൻ, മൂസിരസ് പൈതൃക പദ്ധതിയുമായി ബന്ധപ്പെടാത്തത് ഏത്? ഓപ്ഷൻ ഡി സെൻറ്റ് ഫ്രാൻസിസ് പള്ളി, ഫോർട്ട് കൊച്ചി. മൂസിരസ് പൈതൃക പദ്ധതിയുമായി ബന്ധപ്പെട്ടവയാണ് സഹോദരൻ അയ്യപ്പൻ ഭവനം, പാലിയം കോവിലകം, ചേരമാൻ ജുമാ മസ്ജിദ്.
ധ്യാൻചന്ദ് പുരസ്കാരവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ ഡി എല്ലാം തെറ്റ്. ഇവിടെ തന്നിരിക്കുന്നതിൽ പ്രസ്താവന 4 ശരിയാണ്. പ്രസ്താവന 4 ശരിയാണെന്ന് ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഇല്ല. അതുകൊണ്ട് ഇവിടെ പ്രൊവിഷണൽ ആൻസർ കീയിൽ കൊടുത്തിരിക്കുന്നത് ഓപ്ഷൻ ഡി എല്ലാം തെറ്റെന്നാണ്. പ്രസ്താവന 4 ഇതാണ്. KM ബീനാമോൾ, അഞ്ജു ബോബി ജോർജ്, PR ശ്രീജേഷ് തുടങ്ങിയ മലയാളികൾ ധ്യാൻചന്ദ് പുരസ്കാരം നേടിയിട്ടുണ്ട്. ഈ പോയിന്റ് കറക്റ്റാണ്. ആദ്യമായിട്ട് ധ്യാൻചന്ദ് പുരസ്കാരം നേടിയ മലയാളിയാണ് KM ബീനാമോൾ. ഇന്ത്യയിൽ കായിക മേഖലയിൽ നൽകുന്ന പരമോന്നത പുരസ്കാരമാണ് ധ്യാൻചന്ദ് അവാർഡ്. ധ്യാൻചന്ദ് അവാർഡിൻ്റെ പഴയ പേരാണ് രാജീവ് ഗാന്ധി ഖേൽരത്ന അവാർഡ്. രാജീവ് ഗാന്ധി ഖേൽരത്ന അവാർഡ് നൽകുന്നത് കായിക മേഖലയിൽപ്പെട്ട എല്ലാവർക്കും നൽകും. ക്രിക്കറ്റർക്ക് മാത്രമുള്ള പുരസ്കാരമല്ല, കായിക മേഖലയുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും കിട്ടുന്ന ഒരു പുരസ്കാരമാണ് ധ്യാൻചന്ദ് പുരസ്കാരം. ധ്യാൻചന്ദ് ഒരു ഹോക്കി താരമാണ്. മികച്ച കായിക പരിശീലകർക്ക് നൽകുന്ന പുരസ്കാരമാണ് ദ്രോണാചാര്യ അവാർഡ്. കേരള സർക്കാർ അവതരിപ്പിക്കുന്ന ജീവാനന്ദ പദ്ധതി സംബന്ധിച്ച ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ എ, സർക്കാർ ജീവനക്കാരുടെ ശമ്പളത്തിൽ നിന്നും നിശ്ചിത തുക ഈടാക്കാനും വിരമിച്ച ശേഷം മാസം തോറും തുക തിരികെ നൽകാനും ലക്ഷ്യമിടുന്ന പദ്ധതിയാണ് ജീവാനന്ദം പദ്ധതി. ആരോഗ്യ കിരണം പദ്ധതിയുടെ ഗുണഭോക്താക്കളുടെ പ്രായപരിധി എത്രയാണ്? 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികൾ. 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ ലഭ്യമാക്കുന്ന കേരള സർക്കാർ പദ്ധതിയാണ് ആരോഗ്യ കിരണം. ഏറ്റവും വേഗതയേറിയ ട്രാൻസ്മിഷൻ മീഡിയ ഏത്? ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ. സൈബർ ആക്രമണങ്ങൾ തടയുന്നതിനായി ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയം രൂപകൽപ്പന ചെയ്ത ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏത്? മായ OS. OS എന്ന് വെച്ചാൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. താഴെ തന്നിരിക്കുന്നവയിൽ ക്ലൗഡ് അടിസ്ഥാനമാക്കിയുള്ള സിസ്റ്റം ഏതെല്ലാം? ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞവയെല്ലാം. ഇമെയിൽ, ഫേസ്ബുക്ക്, യൂട്യൂബ്, ഗൂഗിൾ ഡ്രൈവ്. താഴെ പറയുന്നവയിൽ ഒപ്റ്റിക്കൽ സ്റ്റോറേജ് ഡിവൈസിന് ഉദാഹരണം ഏത്? ബ്ലൂറേ ഡിസ്ക്. ഇമെയിലിൻ്റെ കാര്യത്തിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏത്? ഇമെയിൽ വഴി വൈറസ് വ്യാപനം നടക്കുകയില്ല. ഇമെയിൽ വഴി വൈറസ് വ്യാപനം നടക്കും. ശരിയായ പ്രസ്താവനകൾ: ഇമെയിൽ മുഖാന്തരം ചിത്രങ്ങൾ, ഓഡിയോ, വീഡിയോ മുതലായവ അയക്കാവുന്നതാണ്. പേപ്പർ ഉപയോഗിക്കാത്തത് കാരണം ഇമെയിൽ പരിസ്ഥിതി സൗഹാർദ്ദമാണ്. ഇമെയിൽ മുഖാന്തരം ഒന്നിൽ കൂടുതൽ ആളുകൾക്ക് ഒരേ സമയം മെസ്സേജ് അയക്കാവുന്നതാണ്. പോക്സ്കോ നിയമം നിലവിൽ വന്നത് ഏത് വർഷമാണ്? 2012. ഉപഭോക്തൃ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 കീഴിൽ സ്ഥാപിതമായ ബോഡികൾ ഏതാണ്? ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ. ഗാർഹിക പീഡനങ്ങളിൽ നിന്നുള്ള സ്ത്രീകളുടെ സംരക്ഷണ നിയമം 2005 നിയമത്തിന് കീഴിൽ ഒരു പീഡനത്തിനിരയായ ഒരാൾക്ക് എന്ത് തരത്തിലുള്ള ആശ്വാസം തേടാനാകും? ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞവയെല്ലാം. സംരക്ഷണ ഉത്തരവുകൾ, താമസ ഉത്തരവുകൾ, പണ ആശ്വാസം. ഗാർഹിക പീഡനത്തിൽ നിന്നുള്ള സ്ത്രീകളുടെ സംരക്ഷണ നിയമം 2005 നിയമപ്രകാരം സംരക്ഷണ ഉത്തരവ് ലംഘിക്കുന്നതിനുള്ള പരമാവധി ശിക്ഷ എന്താണ്? 1 വർഷം വരെ തടവോ 20,000 രൂപ വരെ പിഴയോ അല്ലെങ്കിൽ രണ്ടും. NHRC ചെയർപേഴ്സൺ ഉൾപ്പെടെ എത്ര അംഗങ്ങൾ ഉൾക്കൊള്ളുന്നു? 6 അംഗങ്ങൾ. NHRC നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് 1993 ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം മാനവ അധികാർ ഭവൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ ജസ്റ്റിസ് രംഗനാഥ മിശ്ര. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷനായ ആദ്യ മലയാളി ജസ്റ്റിസ് KG ബാലകൃഷ്ണൻ. വിവരാവകാശ നിയമപ്രകാരം വിവരങ്ങൾ വെളിപ്പെടുത്തിയാൽ അത് നിഷേധിക്കാവുന്നതാണ്. ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞവയെല്ലാം. ഇന്ത്യയുടെ പരമാധികാരത്തെയും അഖണ്ഡതയെയും മുൻവിധി കാണിക്കുക. സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക താൽപ്പര്യങ്ങളെ ബാധിക്കുന്നു. ഏതൊരു വ്യക്തിയുടെയും ജീവനോ ശാരീരിക സുരക്ഷയോ അപകടത്തിലാക്കുക. ലാസ്റ്റ് ക്വസ്റ്റ്യൻ: ദേശീയ വനിതാ കമ്മീഷൻ അതിൻ്റെ വാർഷിക റിപ്പോർട്ട് ഏത് ബോഡിക്കാണ് സമർപ്പിക്കേണ്ടത്? കേന്ദ്ര സർക്കാർ. ദേശീയ വനിതാ കമ്മീഷൻ നിലവിൽ വന്നത് 1992.
ദേശീയ വനിതാ കമ്മീഷന്റെ ആസ്ഥാനം നിർഭയ ഭവൻ, ന്യൂഡൽഹി. ദേശീയ വനിതാ കമ്മീഷന്റെ പ്രഥമ അധ്യക്ഷ ജയന്തി പട്നായിക്. ദേശീയ വനിതാ കമ്മീഷന്റെ നിലവിലെ അധ്യക്ഷ രേഖ ശർമ്മ. ദേശീയ വനിതാ കമ്മീഷനിലെ ആദ്യ പുരുഷ അംഗം അലോക് റാവത്ത്. ദേശീയ വനിതാ കമ്മീഷന്റെ പ്രസിദ്ധീകരണം രാഷ്ട്രമഹിള. കേരള വനിതാ കമ്മീഷൻ നിലവിൽ വന്നത് 1996. കേരള സംസ്ഥാന വനിതാ കമ്മീഷന്റെ ആസ്ഥാനം തിരുവനന്തപുരം. സംസ്ഥാന വനിതാ കമ്മീഷന്റെ പ്രഥമ അധ്യക്ഷ സുഗതകുമാരി. സംസ്ഥാന വനിതാ കമ്മീഷന്റെ നിലവിലെ അധ്യക്ഷ പി സതീദേവി. കേരള സംസ്ഥാന വനിതാ കമ്മീഷന്റെ പ്രസിദ്ധീകരണം സ്ത്രീ ശക്തി. ഓക്കെ, നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക്